ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹൈറിച്ചിന്റെ ഇപ്പോഴത്തെ വക്കീലന്മാർ പെട്ടിരിക്കുന്ന ഒരു പെടലിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ പോപ്പുലർ ഫിനാൻസിന്റെ കേസ് ആദ്യം മുതൽ തന്നെ വാദിച്ചു കൊണ്ടിരുന്നത് ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്ന വക്കീലന്മാരായിരുന്നു. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബഡ്സ് എഴുതിയത് ഞാനാണ് എന്നൊക്കെയാണ് ഹൈറിച്ചോടുകൾ പറയുന്നത്. അപ്പോൾ അവരെ നമ്മൾ തിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഡ്സ് എഴുതിയത് ന്യൂട്ടൺസ് ലോ അല്ല, കേരളത്തിലെ ആദ്യത്തെ ബഡ്സ് കേസായ പോപ്പുലർ ഫിനാൻസിന്റെ കേസ് വാദിച്ചിരുന്നത് ന്യൂട്ടൺസ് ലോ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ അവർ ചെന്നുപെട്ടിരിക്കുന്ന ഒരു കുരുക്കിനെ കുറിച്ചാണ് ഈ പറയാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം ജനുവരി 28 തൃശ്ശൂരെ ബഡ്സ് കോടതി റീഇഷ്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒരു നിയമപരമായ ഒരു കാര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യുക്തമായ കാര്യങ്ങൾ കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് ചെയ്യാൻ ബഡ്സ് റൂൾസിൽ പ്രൊവിഷൻ ഉണ്ട്. പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതൊരു ഇടക്കാല ഉത്തരവാണ്. അത് പുതുക്കുന്നതിന് ഇൻട്രീം ഓർഡറാണ്. അത് പുതുക്കുന്നതിന് ബഡ്സ് അതോറിറ്റിക്ക്, കോമ്പറ്റന്റ് അതോറിറ്റിക്ക് അനുമതിയുണ്ട് എന്ന്, അതിന് നിയമപ്രകാരമുള്ള സാധുതയുണ്ട് എന്ന് കോമ്പറ്റന്റ് ബഡ്സ് കോർട്ട് കഴിഞ്ഞ ജനുവരി 28 വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റീഇഷ്യൂ ചെയ്യാത്തത് കൊണ്ടാണ് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകർക്ക് ബഡ്സ് അതോറിറ്റി വഴി പണം വൈകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരാണ് ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട്, തൃശ്ശൂരെ സെഷൻസ് കോടതി റീഇഷ്യൂ എന്നതിന് നിയമസാധുതയുണ്ട് എന്ന് വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പറ്റന്റ് അതോറിറ്റി പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ്, പോപ്പുലർ ഫിനാൻസിന്റെ കേസുകളിലെ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് റീഇഷ്യൂ ചെയ്തിരിക്കുകയാണ് മാർച്ച് 11. എന്നാൽ ഹൈറിച്ചിന്റെ കേസ്, സെയിം ഫേം ആണ് ഹൈറിച്ചിന്റെ കേസ് വാദിക്കുന്നത്. അവർ ഇങ്ങനെ റീഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലർ ഫിനാൻസിന്റെ 10,000-കണക്കിന് നിക്ഷേപകർക്ക് ഗുണമുണ്ടാവും. എന്നാൽ റീഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് ഇവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര 10,000-കണക്കിന് നിക്ഷേപകർക്ക് 1000-ലധികം FIR ഇട്ട കേരളം കണ്ട ആദ്യത്തെ വലിയ നിക്ഷേപ തട്ടിപ്പ് അവർക്ക് നിയമപരമായി മുന്നോട്ട് പോവാൻ സാധിക്കാത്ത രീതിയിൽ വഴി തടസ്സമുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏത് കാര്യത്തിൽ ഹൈറിച്ചിനെ സഹായിക്കുമോ, പോപ്പുലർ ഫിനാൻസിനെ സഹായിക്കുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. ഇവർ ആരുടെ കൂടെ നിൽക്കും? ആദ്യമേ ഈ കേസിൽ ഇത്രയും കാലം, കഴിഞ്ഞ 5 വർഷമായി നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്ന ന്യൂട്ടൺസ് ലോ ആരുടെ ഭാഗത്ത് നിൽക്കും? കണ്ടറിയാം. കൂടുതലൊന്നും പറയുന്നില്ല.